ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി എന്ന. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പെഡിക്യൂറാണ്. അതായത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് പെഡിക്യൂർ ചെയ്യാം എന്ന് നോക്കാം. ലെറ്റ്സ് മൂവ് ടു വീഡിയോ. നിങ്ങളുടെ കാലിൽ നെയിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നെയിൽ പോളിഷൊക്കെ ഫുള്ളായിട്ടങ്ങ് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ലാക്മേയുടെ നല്ലൊരു നെയിൽ പോളിഷ് റിമൂവറാണ്. എന്നിട്ട് ഫുൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തേക്കുവാണ്. ഇനി ഒരു ബക്കറ്റിൽ നിങ്ങൾ ചെറു ചൂടുള്ള വെള്ളം എടുക്കുക. ആവശ്യത്തിന് താങ്ങാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 2 സ്പൂൺ ഉപ്പ്, അതായത് സോൾട്ട് ആഡ് ചെയ്യാണ്. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി ലെമൺ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഷാമ്പു ആഡ് ചെയ്യണം. ഒരു 2-3 ഡ്രോപ്സ് ഷാമ്പു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് 2-3 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് കാല് വെച്ച് ഇരിക്കുക. കാലിറക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കാലിറക്കി വെച്ചിട്ട് ഇരിക്കുക. അപ്പം നമ്മുടെ കാലൊക്കെ നന്നായിട്ട് എന്താ പറയുക, കുതിരുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഇത് വരും. അതിന് ശേഷം നമ്മൾ ആ ലെമണിൻ്റെ തന്നെ ഒരു ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് കാലിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാണ്. പ്യൂമിക് സ്റ്റോൺ വളരെ നല്ലതാണ് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ ലേഡീസ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ ആമസോൺ പോലെ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഡെഡ് സെൽസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. നമ്മുടെ നെയിൽ കട്ടിലുള്ള ഈ ടൂൾ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്തിട്ട് നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ ക്യൂട്ടിക്കിൾസിനെയൊക്കെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം കാണിക്കുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഇത്ര നേരം കാല് വെള്ളത്തിൽ ഇറക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ഈ അഴുക്കെല്ലാം റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിനുശേഷം നമ്മൾ നഖം നന്നായിട്ട് വെട്ടി വൃത്തിയാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും വെട്ടി വൃത്തിയാക്കാവുന്നതാണ്. അതിനുശേഷം ഇത് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഷേപ്പൊന്നും ചെയ്യാറില്ല. ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫയൽ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാം. ദെൻ ഞാനിവിടെ ഒരു പാക്ക് ഇടുവാണ്. വേറെ ഒന്നുമല്ല, ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന കടലമാവും തൈരും കൂടി മിക്സ് ചെയ്തേക്കുന്ന ഒരു മിശ്രിതമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ്ബ് യൂസ് ചെയ്യാം. ഏത് സ്ക്രബ്ബ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്ക്രബാണിത്. ഇതിപ്പോൾ ഞാൻ മുഖത്ത് കടലമാവ് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കാലിലും അപ്ലൈ ചെയ്യാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ കാലൊക്കെ നന്നായിട്ട് കരുവാളിച്ചിരിക്കും. അതൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ്, വളരെ യൂസ്ഫുള്ളാണ്. ഇത് തേച്ചിട്ട് നിങ്ങളൊരു 15 മിനിറ്റോളം ഇരിക്കുക. അതിനുശേഷം നല്ല പച്ചവെള്ളത്തിൽ തന്നെ ഇത് കഴുകി കളയുക. ഇത് ഞാനിവിടെ എൻ്റെ നഖം മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നാച്ചുറൽ മോയ്സ്ചറൈസറായ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്തിട്ട് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നിവയുടെ മോയ്സ്ചറൈസിങ് ക്രീം ഫോർ എക്സാമ്പിൾ, അത് നല്ലതാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ എൻ്റെ കാലിൽ ഉടനെ തന്നെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാറില്ല. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളൂ. കാരണം ഇത്രയും പെഡിക്യൂറൊക്കെ ചെയ്തതിന് ശേഷം കാലൊന്ന് നഖത്തിന് ബ്രീത്ത് ചെയ്യാനൊക്കെ ടൈം കൊടുക്കും. ഇപ്പോൾ ഞാനിപ്പം കാണിക്കാൻ വേണ്ടി മാത്രം ഈ നെയിൽ പോളിഷ് ഇട്ട് കാണിക്കാം. ഇപ്പോൾ നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പ് ഒരു ബേസ് കോട്ട് ഇടാൻ മറക്കരുത്. ബേസ് കോട്ട് ഇട്ടതിന് ശേഷം മാത്രമേ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാമുള്ളൂ. നഖത്തിന് വളരെ നല്ലതാണ് ബേസ് കോട്ട് ഇടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വളരെ ഈസിയാണ് പെഡിക്യൂർ ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഇത് മന്ത്ലി വൺസ് ചെയ്യാൻ ശ്രമിക്കുക. മന്ത്ലി വൺസ് ചെയ്താൽ മതി. അതിൽ കൂടി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ സൗന്ദര്യം അറിയണമെങ്കിൽ കാല് നോക്കണമെന്നൊക്കെ പഴമക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.